ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്, പ്രത്യേകിച്ചും ലേഡീസിന്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും പബ്ലിക് ബാത്റൂം യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകാറില്ല. ചില സമയങ്ങളിലെങ്കിലും നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റാണ്ട് കയറിയതിലും വേഗം നമ്മൾ തിരിച്ചിറങ്ങേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. ഈ ഒരു അവസ്ഥ കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരുന്നത് ലേഡീസിനാണ്. പ്രത്യേകിച്ചും മെൻസ്ട്രേഷൻ്റെയൊക്കെ ടൈമിൽ നമുക്ക് പാടൊന്നും ചേഞ്ച് ചെയ്യാൻ പോലും കഴിയാണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളിൽ പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഞാൻ അതിനായിട്ട് ഓൺലൈനിൽ നിന്ന് ഒരുപാട് ടോയ്ലറ്റ് സീറ്റ് സ്പ്രേ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഒരു ടോയ്ലറ്റ് സീറ്റ് സ്പ്രേ തയ്യാറാക്കാമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്പ്രേ തയ്യാറാക്കി നമ്മൾ ഹാൻഡ് ബാഗിൽ വെക്കുകയാണെങ്കിൽ എവിടെ പോകുമ്പോഴും നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിക്കാവുന്നതാണ്. അത് ഷോപ്പിംഗ് മോളിലായാലും തിയേറ്ററിലായാലും അതുപോലെ തന്നെ യാത്രാ ടൈമിൽ പബ്ലിക് ടോയ്ലറ്റുകൾ യൂസ് ചെയ്യുമ്പോഴായാലും ഒക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സ്പ്രേ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്പ്രേ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റബ്ബിംഗ് ആൽക്കഹോളാണ്. 99.9% ആൽക്കഹോൾ കണ്ടൻറ്റുള്ളൊരു പ്രോഡക്റ്റാണിത്. ഞാൻ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ വാങ്ങിയത് ഓൺലൈനിലാണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എസെൻഷ്യൽ ഓയിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ ഗ്രാസ് ഓയിലാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്ന്. പുൽത്തൈലത്തിന് പകരം നമുക്ക് ലാവൻഡർ ഓയിൽ പോലുള്ള എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. പിന്നെ ഫൈനലായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹാൻഡ് വാഷാണ്. ഒരു ഫോർമേഷന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇത്രയും മാത്രമാണ് നമുക്ക് ആ ഒരു സ്പ്രേ തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്റ്റിൽ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഡിസ്റ്റിൽ വാട്ടറിന് പകരമായിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുത്ത് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഒരു സ്റ്റെറൈൽ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിൽ വാട്ടറിൻ്റെ എഫക്റ്റാണുള്ളത്. ഇനി നമുക്ക് സ്പ്രേ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വന്നിട്ട് ഒരു 1/4 കപ്പാണ്. ഏകദേശം ഒരു 50 ml വരും. നമ്മളെടുത്ത ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളമാണ് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. ഒരു 50 ml വെള്ളം മാത്രം മതി. അപ്പോൾ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് റബ്ബിംഗ് ആൽക്കഹോളാണ്. അത് വന്നിട്ട് ഒരു 1/4 ഭാഗമാണ് റബ്ബിംഗ് ആൽക്കഹോൾ വേണ്ടത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വേണ്ടി വരും. റബ്ബിംഗ് ആൽക്കഹോൾ നമുക്കെല്ലാം അറിയാം, സർജിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന ടൈമിൽ ഇഞ്ചക്ഷന് മുന്നായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുമല്ലോ, അതാണ് ഈ ഒരു ആൽക്കഹോൾ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനും 1/4 ഭാഗം മാത്രം മതി. ഈ പ്രോഡക്റ്റുകളൊന്നും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നല്ല. മാത്രമല്ല നമ്മളിതൊരു പ്രാവശ്യം വാങ്ങി വീട്ടിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഞാനിവിടെ ഗ്ലിസറിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോർമേഷന് വേണ്ടി മാത്രം 1-2 ഡ്രോപ്പ് ഹാൻഡ് വാഷ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫൈനലായിട്ട് നമുക്ക് എസെൻഷ്യൽ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 15 മുതൽ 20 ഡ്രോപ്പ് ലെമൺ ഗ്രാസ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ലെമൺ ഗ്രാസ് ഓയിലും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമായിരിക്കും ഈ ഒരു സ്പ്രേക്കുള്ളത്. ഇത് നമുക്ക് ടോയ്ലറ്റ് സീറ്റിൻ്റെ സ്പ്രേ ആയിട്ട് മാത്രമല്ല റൂം ഫ്രഷ്നറായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ടോയ്ലറ്റ് സീറ്റ് സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് 1 മിനിറ്റ് മുന്നേ ഈ സ്പ്രേ ടോയ്ലറ്റിൻ്റെ സീറ്റിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് സ്പ്രേ ചെയ്തതിന് ശേഷം എപ്പോഴും എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ടൊന്ന് വൈപ്പ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെയുള്ള ചെറിയ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് ബാഗിനുള്ളിൽ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സ്പ്രേ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. റബ്ബിംഗ് ആൽക്കഹോൾ നമുക്കെല്ലാം അറിയാം, മെഡിക്കൽ ഫീൽഡിൽ സർജിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്.
ഒപ്പം തന്നെ ഡിസിൻഫെക്റ്റൻറ്റും വേപ്പറൈസറുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്ലറ്റിൻ്റെ സീറ്റിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ വേപ്പറൈസ്ഡ് ആയിട്ട് നമുക്ക് ഡിസിൻഫെക്റ്റൻ്റായി ഹൈജീനിക്കായിട്ട് തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനുള്ളിൽ നമ്മൾ എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മണം ടോയ്ലറ്റിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിലുണ്ടാകും. കൂടെ തന്നെ നമ്മൾ ഫോം ഫോർമേഷനായിട്ട് ഹാൻഡ് വാഷും ഗ്ലിസറിനും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. നമ്മളിൽ എല്ലാവരും തന്നെ ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാവും. ജെൻസൊക്കെയാണ് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റേഴ്സിനുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ലേഡീസിനാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ല ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.